ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജിതിനാണേ. കൂടുതൽ ആൾക്കാർക്കും എന്താ പറയുക, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും നല്ല കറുത്ത മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലുള്ള ഭൂരിഭാഗം ആൾക്കാർ. ഈ വീഡിയോ ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് ഭാവിയിലാണെങ്കിലും ആവശ്യം വരാവുന്ന ഒന്നാട്ടോ. നമ്മുടെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 20 വയസ്സ് മുതൽ അതേ മുകളിൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാർക്കെല്ലാം വെളുത്ത മുടികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഷാമ്പൂവിൻ്റെ ഉപയോഗം കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുമല്ല, ചിലർക്കാണെങ്കിൽ അല്ലാണ്ട് വരുന്നവരുണ്ടാവും. അപ്പം ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്ത മുടി കാരണം ടെൻഷൻ ആവേണ്ടത്. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചെറുപ്പത്തിലെ വന്നിങ്ങനെ ഡൈ അടിച്ച് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നല്ല നാടൻ കാപ്പിപ്പൊടി വേണം കേട്ടോ. നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല കാപ്പിപ്പൊടി എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണ ഒരു 4 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ മുകളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് കറ്റാർവാഴയുടെ നീരോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിതിനകത്ത് ഇപ്പോൾ ഒന്നും മിക്സ് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെയും ചെയ്യാം. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് എടുത്തു വെച്ചിരുന്ന കപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന നല്ല ഓർഗാനിക് കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടുക. ആ 4 ടീസ്പൂണും അതിനകത്തോട്ട് ഇടുക. ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ട് അതിനകത്തോട്ട് നമ്മുടെ കാപ്പിപ്പൊടി അങ്ങോട്ട് ഇടുക. ഇട്ട് കഴിയുമ്പോൾ അവനങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരും. ആ തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇൻഡക്ഷനിലാണെങ്കിൽ ഒന്ന് നോർമലാക്കി കുറച്ച് വെക്കുക, അല്ലെങ്കിൽ സ്റ്റൗവിലാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അത്രയും കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വല്ല ഒന്ന് വെക്കണം. അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ മൈലാഞ്ചിയും അല്ലെങ്കിൽ വേറെ എന്താ പറയുക എണ്ണയോ അങ്ങനെ പല സാധനങ്ങളും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കുന്നു. ഇതെല്ലാ സാധനങ്ങളും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഇങ്ങനെ കുറുകി വരും. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ കാപ്പിപ്പൊടി പാക്ക് എടുത്തിട്ട് ഒരു ബൗളിലേക്കോ എല്ലാം മാറ്റുക. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ തേക്കാനുള്ള തല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പാക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെന്ന ബ്രഷ് ഉണ്ടെങ്കിൽ ഹെന്ന ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും വേണ്ടെന്നേ, നമ്മുടെ കൈ തന്നെയല്ലേ, ഫുള്ളായിട്ട് നന്നായിട്ട് തേക്കുക. തേച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമ്മളൊരു 1-2 ദിവസം 3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ അറിവുകൾ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും